വയനാടിനെ സംബന്ധിച്ച് വയനാട് ദിനംപ്രതി പലയിടങ്ങളിലും വയനാടിന്റെ മിക്ക ഭാഗങ്ങളിലും വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസവുമുണ്ട് അതേ സ്വഭാവത്തിലുള്ള ഒരു വാർത്ത. മൂപ്പനാട് കാടശ്ശേരിയിൽ പുലി ഇറങ്ങി ഒരു ആടിനെ കൊന്നു. ആടിന്റെ ജഡവുമായി നാട്ടുകാർ മേപ്പാടി റേഞ്ച് ഓഫീസിൽ പ്രതിഷേധം അറിയിക്കാൻ എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് കൂട് സ്ഥാപിക്കാൻ ഈ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് നീക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ കഴിയുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ തീരാ ദുരിതവും അവരുടെ ഉൾഭീതിയുമൊക്കെയായി ഈ വന്യജീവി ആക്രമണം മാറുകയാണ്. ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആ നിലയിൽ വനംവകുപ്പിന്റെ ഇടപെടൽ കുറെ കൂടി ഊർജ്ജസ്വലമായി ഉണ്ടാക്കണം എന്നാണെങ്കിൽ അങ്ങനെ. ഏതായാലും നാട്ടുകാർക്ക് സ്വൈര്യമായി ജീവിക്കാനും വീട്ടിൽ കിടന്നുറങ്ങാനും കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. റിപ്പോർട്ട് കാണാം. മൂപ്പൈനാട് പഞ്ചായത്തിലെ കാടാശ്ശേരിയിലാണ് പുലിശല്യം രൂക്ഷമായിരിക്കുന്നത്. പുലി ഒരു ആടിനെ കൊന്നതോടുകൂടി ആശങ്കയിലാണ് പ്രദേശവാസികൾ. പുലി കൊന്നത് പാറയ്ക്കൽ ജാഫറിന്റെ ആടിനെ. സംഭവം ഇന്ന് പുലർച്ചെ. 3 മാസം ഗർഭിണിയായിരുന്നു ആട്. ആടിന്റെ ജഡവുമായി നാട്ടുകാർ നേരെ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക്. ഭാര്യ സൗണ്ട് കേട്ടിനെ വിളിച്ചു. അപ്പോൾ ഞാൻ എണീച്ച് നോക്കിയപ്പോഴത്തേന് ആടിനെ വലിച്ചു പോയി. അപ്പോൾ ഞാൻ അടുത്തുള്ള ആളെ വിളിച്ച് പിന്നെ ഇങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പുലി തൂക്കിയിട്ട് പോയതാ, പാടും ഇതെല്ലാം. ഇതിനിടെ പുലിയെ പലയിടങ്ങളിലായി കണ്ടുവെന്ന നാട്ടുകാർ. തോട്ടം മേഖലയാണ്. ആശങ്കയും ഏറുകയാണ്. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊരു പ്രതിവിധി ഇല്ലാതെ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോഴൊക്കെ ഭയങ്കര ശല്യമാണ്. ഒറ്റയ്ക്ക് വരാൻ പേടിയാണ്. മേപ്പാടി റേഞ്ച് ഓഫീസർ ഹരിലാലുമായി നാട്ടുകാർ ചർച്ച നടത്തി. 2 ദിവസത്തിനകം പ്രദേശത്ത് കൂട് സ്ഥാപിക്കും. ക്യാമറ ട്രാപ്പുകൾ ഒരുക്കും. വനം വകുപ്പ് സദാസമയം റോന്തു ചുറ്റും. പുലിയെ കണ്ട പ്രദേശത്ത് വനം വകുപ്പ് കൂട് വയ്ക്കും. രാത്രിയിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റോന്തു ചുറ്റൽ തുടരും. ഇതോടെ സമരം അവസാനിച്ചു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലെ ഈ സാഹചര്യം മിക്കയിടങ്ങളിലും ഉണ്ട്. നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോഴാണ് നടപടികൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിലുണ്ടായിട്ടുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാൻ കാരണം വനം വകുപ്പ് കൊടുത്തിട്ടുള്ള 2 ഉറപ്പുകളാണ്. ഒന്ന്, അവിടെ കൂട് സ്ഥാപിക്കും എന്നുള്ളത്. പിന്നെ അവരുടെ ഒരു കാവൽ, നിരന്തരം രാത്രികാലങ്ങളിലൊക്കെ അവിടെ ഒരു കാവലുണ്ടാകും എന്നുള്ള ഉറപ്പും. ഈ 2 ഉറപ്പിലാണ് നാട്ടുകാർ ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. പുഷ്പരാജു യൂട്യൂബിൽ കുറിച്ചിരിക്കുന്നു. ആ ചേച്ചിക്ക് 1000 നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പുഷ്പരാജു പറഞ്ഞത് നേരത്തെ കാട്ടുപന്നിക്ക് ഭക്ഷണം നൽകിയ ബിന്ദു എന്ന വീട്ടമ്മയെ കുറിച്ചാണ്. ജോസ്വിൻ ജോസഫ് പറയുന്നു, വനം വകുപ്പ് കൊണ്ട് നാടിന് ഒരു ഗുണവും ഇല്ലല്ലോ. ഇവരുടെ ശമ്പളം ആണ് ലക്ഷങ്ങൾ. ഇത് പിടിച്ചെടുത്ത് വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന പാവങ്ങൾക്ക് കൊടുക്കുക എന്നാണ് ജോസ്വിൻ ജോസഫ് ക്ഷോഭത്തോടെ എഴുതിയിരിക്കുന്നത്. എബ്രഹാം തോമസ് വീണ്ടും എഴുതുന്നു, വയനാടിന്റെ പേര് മാറ്റി വന്യജീവികളുടെ നാട് എന്നാക്കണം എന്നതാണ്. ഇതൊക്കെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ വയനാട്ടിലും അതുപോലെ തന്നെ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ ഈ പ്രശ്നം നാൾക്കുനാൾ കൂടി വരുന്നുണ്ട്. നേരത്തെ ജോസ്വിനും ഒക്കെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് പരിഹരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും പല പ്രകൃതി സ്നേഹികളും വന്യജീവി സ്നേഹികളും ഒക്കെ മറ്റൊരു തിയറി കൂടി അവതരിപ്പിക്കുന്നുണ്ട്. കാടൊക്കെ നശിപ്പിച്ചതുകൊണ്ടാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണങ്ങൾ എന്തായാലും പ്രശ്നം ആത്യന്തികമായി നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു, നമ്മുടെ സ്വസ്ഥ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ഇടപെടൽ വേണം. സുജാത പറയുന്നു, മറ്റൊരു ജീവൻ എടുക്കുന്നതിന് മുൻപ് നടപടിയെടുത്താൽ നന്നായിരിക്കും. സുജാത, ഇനി ഇതുപോലെ ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരു ആൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. റോന്തു ചുറ്റുന്ന സമയം പുലിക്ക് അറിയുമോ ആവോ എന്ന് ജോൺസ് പരിഹസിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ ആളുകൾ പ്രേക്ഷകർ രേഖപ്പെടുത്തുകയാണ്. വന്യജീവി ആക്രമണത്തിൻ്റെ ഭയത്തിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഓരോ ദിവസവും രാവിലെ ജോലിക്ക് പോകാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അങ്ങനെ അവരുടെ നിത്യജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വന്യജീവികളെക്കുറിച്ചുള്ള ഭയം ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് എന്താണ് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആശങ്കയുണ്ട്. ഇറങ്ങി നടക്കാനേ പറ്റുന്നില്ല. അതെ, രാത്രിയായാലും പകലായാലും ഏത് സമയം പുലി തന്നെ. ഇന്ന് രാവിലെ ഒരാളുടെ ബൈക്കിന് മുന്നിൽ പുലി ചാടി, അവിടെ കുറുകെ ചാടി. ഇതേ പുലിയുടെ ശല്യമാണ്. പുലി എന്തായാലും കൂട് വെച്ച് പിടിക്കണം. ഇപ്പം 4 ദിവസമായിട്ട് പുലിയാണ് അവിടെ. രാവിലെ മദ്രസ പോകേണ്ട പിള്ളേരൊക്കെ രാവിലെ 6 മണിയാകുമ്പോഴാണ് പോകല്. ഇന്നിപ്പോൾ പണിക്ക് പോകുന്നവരും പുലിനെ കണ്ടു എന്നാണ് പറയുന്നത്. അമ്പലത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് അമ്പലത്തിൽ പോകുന്ന ഒരാൾ രാവിലെ കണ്ടു പുലീനെ. അപ്പോൾ ഇത് നിരന്തരമായിട്ട് പുലീൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പുലീനെ പിടിക്കുക എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേറെ ഇവിടുന്ന് കൊണ്ടുവിടുന്നതാണ്. 1, 2 അല്ല, ഒരു 2-3 എണ്ണം ഉണ്ട്.
എല്ലാവരും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആ വഴി കൂടെ വരിക. മക്കൾക്ക് പഠിക്കാൻ പോകുന്നതൊക്കെ അങ്ങനെയാണ്. രാവിലെ മദ്രസയിലൊക്കെ പോകണമെങ്കിലൊക്കെ വെളുപ്പിന് മക്കൾക്ക് ചെറിയ മക്കൾക്കൊക്കെ പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൂരെയൊക്കെ പണിക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ എന്തായാലും കുറച്ച് സമയമാവുമല്ലോ. അപ്പോൾ വീട്ടിലോട്ട് വരാം. ചില ദിവസമൊക്കെ പുറമെ ഓരോരുത്തർത്താ നിൽക്കുക, ചില ദിവസമൊക്കെ അങ്ങോട്ട് വരാൻ പേടിച്ചിട്ട്. പുലി നമ്മൾ നടന്നു വരുമ്പോഴൊക്കെ രാത്രിയൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ അതാണ് ഇപ്പോൾ സമരത്തിന് ഇതിനു വേണ്ടി വന്നത് ഞങ്ങളിപ്പോൾ. അവിടെ നിരന്തരം ഈ റോട്ടിൽ പുലിയും ആനയും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഒരു പുലർച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ 2 പുലികൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ഓടിക്കുക ചെയ്തിട്ടുള്ളത്. അബ്ദുൾ സമദ് യൂട്യൂബിൽ സന്ദേശത്തിൽ ചോദിക്കുന്നു, ധൈര്യത്തിൽ ആ പ്രദേശത്തേക്കൊക്കെ ഇനി ഒരു വിനോദയാത്ര ടൂർ പോകാൻ പറ്റുമോ എന്നുള്ളത്. അബ്ദുൾ സമദ് അതാണ് പറഞ്ഞത്, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. സോമൻ അനന്തൻ ചോദിക്കുന്നു, വയനാടിന്റെ പേര് മാറ്റി പുലിമട എന്നാക്കണം. അതെ, പലയിടങ്ങളിലും പുലിയെ കാണുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴാ നാട്ടുകാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ. ജനാർദ്ദൻ നായർ ചോദിക്കുന്നു, കാട്ടിൽ വീട് വെച്ച് താമസിക്കുന്നവരെ ഒഴിപ്പിച്ച് വനം മൃഗങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പ്രശ്നം തീരും എന്നാണ്. ജനാർദ്ദൻ നായർ അറിയേണ്ട ഒരു കാര്യം, വനവിസ്തൃതി എന്നത് കേരളത്തിൽ കൂടിയിരിക്കുകയാണ്. നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിലെ പ്രശ്നം വനം മൃഗങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത തരത്തിൽ അത് നശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരാരാണ്, അതിൻ്റെ പിന്നിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ ആരാണ്, ആരുടെയൊക്കെ റിസോർട്ടുകളാണ് അവിടെ ഉയർന്നു പൊങ്ങുന്നത്, ആരൊക്കെയാണ് മരം വെട്ടി നശിപ്പിക്കുന്നത്, ആരൊക്കെയാണ് അത് കടത്തുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്ത് അത് നിർത്താനുള്ള നടപടികൾ ആർജവത്തോടുകൂടി ഭരണകൂടം എടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പകുതി പ്രശ്നങ്ങളും.